കുടുംബത്തിന് ഒരു തകരാറും ഇല്ലാതെ പ്രഖ്യാപിച്ചോണ്ട് അപ്പച്ചി നടന്നു വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് കുന്നിന്റെ പകുതി തോന്നുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു എമീസ് വേൾഡ്. ഞാൻ ഇന്ന് നിൽക്കണതുണ്ടല്ലോ ഒരു ചക്കത്തോട്ടത്തിലാണ് കേട്ടോ. ഒരു 5 ഏക്കറിൽ ചക്കകൾ. നമ്മൾ റബ്ബർ തോട്ടം അല്ലെങ്കിൽ കശുമാവിൻ തോട്ടം ഇതൊക്കെയാണ് പണ്ട് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ളത്. ഇത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പ്ലാവിൻ തോട്ടം, വർഷം മുഴുവനും ചക്ക. അതാണ് ഈ ഒരു ആയൂർ ജാക്ക് ഫാമിൻ്റെ മുദ്രാവാക്യം. അതായത് നമ്മുടെ നാട്ടിലറിയാലോ, നമുക്ക് ചക്ക സീസണിലായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ചക്കയൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ പണ്ടത്തെ കാലം പോലെയല്ല, ഇന്നിപ്പോൾ ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ഷുഗർ പേഷ്യൻസിനടക്കം ഈ ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് ഇപ്പോൾ കോമൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്ലാവ് ഉണ്ടാവുക അല്ലെങ്കിൽ വലിയൊരു പ്ലാവ് വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു തോട്ടത്തിൽ 5 ഏക്കറിൽ മുഴുവനും ചക്കയല്ല പ്ലാവിൻ തൈകൾ വെച്ചിട്ട് ഇവരൊരു ഫാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്ലാവിന് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വഴിയെ പറയാം. അപ്പം തൽക്കാലം ഇതൊന്ന് കണ്ടു നോക്കും. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഔട്ടിംഗ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. കാരണം ഇതിങ്ങനെ ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ്, കുറുമാൽ കുന്നെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇത് നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തട്ട് തിരിച്ചിട്ട് പ്ലാവുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാനായിട്ട് നല്ല രസമാണ്. ഞാൻ മാക്സിമം വീഡിയോകൾ കവർ ചെയ്യാൻ നോക്കാം, പക്ഷെ എനിക്ക് അറിയില്ല എത്രത്തോളം ഇവിടെ ശരിക്കും എനിക്ക് കണ്ട് ആസ്വദിക്കണ ഈ ഒരു ഭംഗി നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഒന്ന് വന്ന് നോക്കണം, നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെ ചക്കകളുണ്ടല്ലോ, വളരെ സുഭിക്ഷാണ്. ഒരു പ്ലാവുമ്പോ തന്നെ ഇങ്ങനെ കിലോ കണക്കിന് ചക്കകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പ്ലാവ് വളർത്തുമ്പോൾ വലിയൊരു മരമായതിനു ശേഷമൊക്കെ അല്ലേ നമുക്ക് സാധാരണയായിട്ട് നല്ലൊരു വരിക്കച്ചക്കൊക്കെ കിട്ടാം. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ജനിച്ച പ്ലാവ് കുട്ടികൾക്കടക്കം നിറച്ച് ചക്കകളാണ്. അതാണ് ഇവിടെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സംഗതി. നിറയെ ചക്കകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്ലാവുമ്പോ തന്നെ നോക്കാം കേട്ടോ. 3, 4, 5, 6 ചക്ക എനിക്ക് ഇപ്പൊ കാണുന്നുണ്ട്. ഇനി അപ്പുറത്ത് 7 അപ്പൊ സെല്ലുണ്ട്. ഇവിടെ തന്നെ എല്ലാ പ്ലാവിനുണ്ടല്ലോ. ഇതുമാതിരി ഇതല്ല, ഇതിനപ്പുറം നിറയെ ചക്കകളാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പൊട്ടച്ചക്കയാണെന്ന് വിചാരിക്കേണ്ട. ഇത് നല്ല അടിപൊളി വരിക്കച്ചക്കയാണ്. അപ്പൊ എന്റെ ഡാഡിയുടെ ഫ്രണ്ട് തരകനങ്ങളുടെ ഫാമാണ് ഇത്. അപ്പൊ ഇവിടെ നിന്ന് ചക്ക കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ഈ ചക്കയുടെ സ്വാദ് എന്താന്നുള്ളത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈ വാങ്ങിച്ച് കുത്തിക്കോട്ടോ. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമായിരിക്കും. എപ്പോൾ ചക്ക തിന്നാൻ തോന്നിക്കഴിഞ്ഞാലും ജനുവരി മാസത്തെ, ഫെബ്രുവരി മാസം, മാർച്ച് ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഡിസംബർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചക്ക തിന്നുന്ന പൂതിയുണ്ടോ? നിങ്ങൾക്ക് അത് സ്വന്തം മുറ്റത്ത് അത് വെട്ടി എടുത്ത് വെച്ച് കഴിക്കാം. നല്ല അടിപൊളി വരിക്കച്ചക്ക. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. വാങ്ങിച്ചു വെച്ചില്ലേലും വന്ന് കാണണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു പ്ലാവും തോട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സ് നിറയും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഔട്ടിങ്ങിന് പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ കുറുമാൽക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. അതായത് നമ്മുടെ തൃശ്ശൂർ ടു കുന്നംകുളം റൂട്ടില്ലേ, ആ റൂട്ടിലൂടെ വന്നിട്ട് കുറുമാൽക്കുന്ന് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. സ്ഥലമൊക്കെ ഞാൻ നോക്കി പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് കറക്റ്റ് വഴിയൊന്നും പറയാനായിട്ട് അറിയാൻ പാടില്ല. അവിടെ നിന്ന് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കുറച്ചും ഉള്ളിലേക്ക് വരുമ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വരാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വന്ന് എത്തുമ്പോഴാണ് ഈ ഒരു കുന്ന്. അപ്പോൾ ഇത് കിടക്കുന്നത് 5 ഏക്കറാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതില് 2 സ്ഥലമായിട്ടാണ്. ഒന്ന് ഇതൊരു കുന്ന്, ഇതിപ്പോ ഇത് മുകളിലേക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഒരു കുറേ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നടന്ന് ശീലിക്കും. ഞങ്ങളിപ്പോൾ ആദ്യം വരണേ, ഞങ്ങൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് തരകണങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ കുന്ന് ഇവിടെ നിന്നിട്ട് അവിടെ വരെ കയറി ഒരു കുഴപ്പമില്ല കയറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ടൊക്കെ പക്ക ഓക്കെയാണ്. നിങ്ങളുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ കുന്നൊന്ന് കയറിയാൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്. സംഗതി ശരിയാണ്. പക്ഷെ അന്ന് വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലാവുകളായിരുന്നു. ഇപ്പൊ അധികം ഒരു 1-2 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞങ്ങൾ വീണ്ടും വിസിറ്റ് ചെയ്തപ്പോ അപ്പോഴേക്കും പ്ലാവൊക്കെ എത്രയ്ക്ക് ആയിട്ടുണ്ട്. ചക്കകൾ ഭയങ്കര ധാരാളമായിട്ട് സുഭിക്ഷമായിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ്. ഈ ഫാമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, കുറച്ച് വലിയ പ്ലാവ് തൊട്ട് നല്ല കുഞ്ഞു കുഞ്ഞു പ്ലാവുകളുണ്ട്. അതായത് ഇവരിവിടെ തന്നെ ഈ ഒരു പ്രത്യേക ആയൂർ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാവിനെ ഇവര് എന്താ പറയാ ബഡ് ചെയ്തിട്ടോ മെത്തേഡ് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, അതെങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പല സൈസിലുള്ള പ്ലാവും കുട്ടീനെ വാങ്ങുമ്പോൾ പല റേറ്റിലാണ് വരുന്നത്.
നല്ല കുഞ്ഞു പ്ലാവുകളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരെണ്ണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോ ചക്ക ഇങ്ങനെ കുട്ടി ചക്കയില്ലേ അങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മള് വെറുതെ കൊണ്ടുപോയി വിൽക്കാന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ കെയർ എടുക്കണം കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വളമൊക്കെ ചെയ്യണം. എല്ലാതും അങ്ങനെയാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ട് കുറെ ചക്ക നമുക്ക് കിട്ടും. ഇവിടെ ധാരാളം പ്ലാവിന്റെ കുട്ടികളുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ആയുർചാക്ക് പ്ലാവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഭയങ്കര വലിയ സൈസ് ആവില്ല. നമ്മുടെ ഒരു പറമ്പിലേക്ക് കൊള്ളാവുന്ന നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് വലിയ പറമ്പൊന്നുമില്ലല്ലോ. നമ്മുടെ വീട് മുറ്റം ഇത്രക്കുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. ആ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് വളർത്താവുന്ന ഒരു പ്ലാവാണ് കേട്ടോ. ഭയങ്കര വലുതായി നമ്മുടെ അലമാര സിനിമയില് അത് മാവ് പ്ലാവ് അങ്ങനെയുള്ള ഒരു പ്ലാവൊന്നും ആവില്ല. അത് ഒരു കുറച്ച് ഹൈറ്റ് വരുള്ളൂ. ഇതൊന്ന് നോക്കി ഇത്രയൊക്കെ ഹൈറ്റ് വരുള്ളൂ. ഇതും വിട്ടിട്ട് വല്ലാണ്ട് ഹൈറ്റിൽ വരൂല. അപ്പോൾ എന്നിട്ട് നിറച്ചിങ്ങനെ പ്ലാവല്ല ചക്കകള് ഉണ്ടാവും. നല്ല അടിപൊളിയാണ്. ഇവിടെ ഈ ഒരു ഭൂമിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടായിട്ടാണ് ഭൂമി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലാവൊക്കെ നട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ തട്ടിന് ശേഷവും ഓരോ ചാല് കീറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ വെള്ളം നമുക്കറിയാലോ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് വെള്ളം നമുക്ക് വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മുടെ കുന്നുംപുറത്തൊക്കെ ഉണ്ടാവുന്ന വെള്ളം അങ്ങനെ തന്നെ ഒലിച്ച് അറബിക്കടലിൽ പോകണമെന്നാണല്ലോ പറയണത്. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വെള്ളമൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഈ പ്ലാവിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടായിട്ട് ഭൂമി ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുക. അപ്പൊ തട്ട് തിരിച്ചിട്ട് ഇതുപോലെ ഓരോ വരമ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വരമ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഓരോ ചാലിലേക്കാണ്. അപ്പൊ ഈ ചാലിലെ വെള്ളം നിന്നിട്ട് ഈ പ്ലാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുവഴി തന്നെ കിട്ടും. ഇവിടെ ഇങ്ങനെ ഒരു ഫാം തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരമായത് ഇതിന്റെ അടുത്ത് പുറത്ത് താമസിച്ചിരുന്ന ആൾക്കാർക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം തീരില്ലാതിരുന്ന ഒരു പ്രദേശം. അതായത് കിണറിലൊന്നും തീരെ വെള്ളമില്ല. വേനൽക്കാലമായി കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഫാം വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെയുള്ള വെള്ളം ഭൂമിയിലേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു രീതി ഇവിടെ നടപ്പാക്കിയല്ലോ. അതിനുശേഷം ഇവിടെ സമീപത്തെ കിണറുകളിലെല്ലാം തന്നെ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്. വേനൽക്കാലത്തൊക്കെ അവർ വേറെ വെള്ളത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളം അത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള ഇങ്ങനെ കുന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇതുപോലെ തട്ടായിട്ടുള്ള കൃഷി രീതി എപ്പോഴും ഉപകാരമാണ് ഭൂമിക്കായാലും നമുക്കായാലും. പിന്നെ ഇവിടെ കുറച്ച് ഇടവിളകൾ വേറെ അധികം ഇല്ല. പക്ഷെ എങ്കിലും ഇടയിലൊക്കെ ചെറുതായിട്ട് മഞ്ഞള് ഇതൊക്കെ എന്തിനാണാവോ തരകരങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കണം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവട്ടെ. പ്ലാവിന്റെ ഇടയിൽ മഞ്ഞളൊക്കെ കൊണ്ട് നട്ടിട്ടുള്ളത് മെയിൻലി കാണാൻ പറ്റുന്നത് ഈ വെള്ളിപ്ലാവിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ പ്ലാവ് തൈകൾ ഇങ്ങനെ ചെറുത് ഇങ്ങനെ കുറേ ഇങ്ങനെ കളക്ഷൻ ഉള്ളതാണ്. അപ്പൊ കുറെ പേര് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. കുറെ കാലത്തിന് ശേഷം മെമ്മിക്കുട്ടി ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അവൾക്കൊരു ടൂറാണ്. സത്യം പറഞ്ഞാൽ അവളുടെ ഫസ്റ്റ് ടൂറാണ് ഈ കുറുമാൽ കുന്നിലേക്കുള്ളത്. അപ്പൊ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ അമ്മയുടെ കയ്യിലാണ് മെമ്മിക്കുട്ടി ഇരിക്കുന്നത്. ഇപ്പൊ നമ്മള് കുന്നിന്റെ പകുതി എത്തിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് താഴേക്ക് നോക്കി നല്ല രസമായിട്ടുള്ള ഒരു വഴി കണ്ടില്ലേ. നമ്മൾ നടന്ന് കയറിയ വഴിയാണ്. അപ്പൊ ചോന്നമണ്ണാണ് ഇവിടെ. പിന്നെ ഇതിന്റെ അപ്പുറത്തായിട്ട് ഇതൊരു കുന്നിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അപ്പുറത്തെ ഒരു കുന്നിന്റെ ഒരു മോൾ ഭാഗം നമുക്ക് ഇവിടെ നിന്നിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മോള് വരെ നമ്മൾ കയറി എത്തിയാൽ അങ്ങനെ ഒരു പ്ലാവിന്റെ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരാം. ഒരു വേറൊരു അനുഭവമാണ് കേട്ടോ. നമ്മൾ വേറെ ഊട്ടിയിലും കൊടൈക്കനാലിലും അല്ലെ മൂന്നാറിലൊക്കെ പോയിട്ട് വേറെ കുറെ ദേവദാരു വൃക്ഷങ്ങളുടെ ചോട്ടിക്കൂടെ നടന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ പ്ലാവിൻ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. അത് നമ്മുടെ തൃശ്ശൂര് കുറുമാൽക്കുന്ന്. ഇതിപ്പോ കുറുമാൽക്കുന്നിന്റെ ഏറ്റവും മുകളിലെ ടോപ്പ് പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നടന്ന് കയറി വേറെ വണ്ടിയൊന്നും വരില്ല കേട്ടോ. ഈ ടോപ്പിലേക്ക് നടന്ന് തന്നെ വരണം. ഇവിടുന്ന് കാണുന്നുണ്ടോ നിറയെ പ്ലാവ് തൈകള് ചക്ക ഉണ്ട് കേട്ടോ. അത് അടിയിലത്തെ ഷോട്ടിലെ കാടുള്ളൂ. പൊളിക്കുന്ന കാടില്ല. കണ്ട തട്ടായിട്ടാണ് ഇവിടെ ഈ പ്ലാവുകള് വെച്ച് പോയിട്ടുള്ളത്. അപ്പൊ ഇവിടുന്നാണ് ഇവിടെ ടാങ്ക് കാണുന്നുണ്ടോ. ഈ ടാങ്കിന്റെ ഇവിടുന്നാണ് ഇതിന്റെ ജലസേചനം വരുന്നത്. അതായത് ഇവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൈപ്പ് ഇട്ടിരിക്കുകയാണ് എല്ലാ പ്ലാവിന്റെ കടയിലേക്ക്. അപ്പോൾ അതിൽ കൂടെ കുറേശ്ശെ വെള്ളം ഈ പ്ലാവിന് എപ്പോഴും കിട്ടും ചെയ്യും. പിന്നെ മെയിൻലി ഈ തട്ടായിട്ട് ചെയ്ത കാരണം ഇടയിൽ ചാല് കോരിയിട്ടുണ്ടല്ലോ. അവിടെ വെള്ളം നിന്നിട്ട് ഈ പ്ലാവിന് ആവശ്യത്തിനുള്ള വെള്ളം എന്താ പറയാ എല്ലാ കാലത്തും അതുപോലെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഹൃദയത്തിന് ഒരു തകരാറും ഇല്ലാതെ പ്രഖ്യാപിച്ചോണ്ട് അപ്പച്ചി നടന്നു വരുന്നുണ്ട്. ഓ കുന്നു കയറി എത്തിട്ടാ. കുറച്ച് കഷ്ടപ്പാടുണ്ട്. എങ്ങനെയുണ്ട് അപ്പച്ചിയെ? അടിപൊളിയില്ലേ? വായമിക്കുട്ടാ വാ
എമ്മിക്കുട്ടിക്ക് നടക്കാനാണ് ഇഷ്ടം. അവള് നടന്നു തുടങ്ങണുള്ളൂ, പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ നടക്കാനായിട്ട്. ഞാനിപ്പോ ഇവിടെ കുറെ പാറക്കെട്ടുകളൊക്കെ കാണുന്നില്ലേ, ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കുന്ന് കയറി കയറിയിട്ട്. നമ്മുടെ ഇവിടെ തൃശ്ശൂർ 2018 കുറാഞ്ചേരി എന്ന് പറഞ്ഞ കുന്ന്, അതായത് ഇതിനെ പോലെ തന്നെ സിമിലർ ഹൈറ്റുള്ള ഒരു കുന്നായിരുന്നു കുറാഞ്ചേരി. ഒരു അപകട സാധ്യത നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല, പക്ഷെ ഉരുൾ പൊട്ടിയിട്ട് 19 ആളാണ് മരിക്കേണ്ടായത്. പക്ഷെ അതേ മഴ തന്നെയാണ് ഇവിടെയും പെയ്തത്. ഒരു പ്രശ്നവും ഈ ഒരു ഭൂമിയിൽ, ഈ ഒരു കുന്നിൽ ഉണ്ടായിട്ടില്ല. അത് മെയിൻലി ഇതുപോലെ തട്ടായിട്ട് ഭൂമി തിരിച്ചതുകൊണ്ടും, അതുപോലെ ഈ പ്ലാവിന്റെ വേരുകളൊക്കെ ഉണ്ടല്ലോ, അതിലിങ്ങനെ എന്താ പറയാ, അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് മണ്ണിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു കുന്നിന് യാതൊരു ഇളക്കവും സംഭവിക്കാണ്ട് ആ പെരുമഴയിൽ നിൽക്കാനായിട്ട് പറ്റിയത്. അപ്പൊ ഇന്നത്തെ ഈവനിങ് സൂപ്പർ ആയത്. അവിടെ ഒരു ചക്കത്തോട്ടം കണ്ടുകൊണ്ട് നല്ല ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പൊ എല്ലാവരും ഈ ആയുർജാക്ക് ഫാമിലിക്ക് വരണം കേട്ടോ. ഒരു തവണ ഔട്ടിങ്ങിനായിട്ട് ഇങ്ങോട്ടേക്ക് പോരും. അപ്പൊ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ കുന്നംകുളം മെയിൻ റോട്ടില് മുണ്ടൂര് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് ഒരു തിരിവുണ്ട്. അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി ആയുർജാക്ക് ഫാം. അപ്പൊ നല്ലൊരു വെറൈറ്റി കാഴ്ച കാണാം നമുക്ക്. അപ്പൊ എല്ലാവരും വിസിറ്റ് ചെയ്യും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. TJ ജോസഫ് സാർ ഉണ്ടല്ലോ, ഈ തോട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കൃഷി രീതിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഒരുപാട് അവാർഡുകൾ കുറെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു തോട്ടം, ഈ ഒരു കൃഷി രീതിക്കൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ വിശേഷങ്ങളുണ്ട്. അപ്പൊ എല്ലാം വന്ന് കണ്ട് മനസ്സിലാക്കൂ. ഈ ഒരു ആയുർജാക്ക് ഫാമില് 17 ലക്ഷം നല്ല വിത്തുകൾ, അതായത് ചക്കക്കുരുക്കൾ നട്ടിട്ടാണ് ഈ ഒരു ഫാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതില് ഈ ഒരു ഫാമിൻ്റെതായിട്ട് ഒരു 55 എണ്ണം എന്താ പറയാ പ്ലാവുകൾ തന്നെ വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം വ്യത്യസ്തമായിട്ടുള്ള ചക്കക്കുരുകൾ നടുമ്പോൾ പല വെറൈറ്റി ബ്രീഡുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാവിന്റെ അടുത്താണ് ഞാനിരിക്കുന്നത്. ഈ ഒരു പ്ലാവിന് ഇട്ടിട്ടുള്ള പേര് എന്താണെന്നറിയോ? വൈറ്റ് ജാക്ക്. നോർമലി നമ്മൾ ഗൂഗിളൊക്കെ നോക്കുമ്പോൾ എന്താ ജാക്ക് ഫ്രൂട്ടിന്റെ ഇലയുടെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ എന്നാണ് വരാം. പക്ഷേ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വൈറ്റ് കളർ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇലയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മുൻ ചീഫ് വിപ്പ് ഉണ്ടല്ലോ, തോമസ് ഉണ്ണിയാടൻ, അദ്ദേഹമാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാവാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ലോകത്തിൽ വേറെ എവിടെ ഒരു പക്ഷെ ഇങ്ങനത്തെ ഒരു പ്ലാവിനെ കാണാനായിട്ട് പറ്റിയത് വരില്ല. അപ്പൊ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാവാണ് ഇത്. ഇതുപോലെ വേറെ വെറൈറ്റി ഒരു പ്ലാവാണ് കേട്ടോ. നമ്മുടെ സാധാരണ പ്ലാവിന്റെ ഇല ഇങ്ങനെ ഭയങ്കര എന്താ പറയാ നോർമൽ അല്ല ആയിട്ടുണ്ടാവുക. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് ഇങ്ങനെ ചുളുക്കായിട്ടാണ് ഇതിന്റെ എല്ലാ ഇലയും വന്നിട്ടുള്ളത്. അതുപോലെ വേറെ നല്ല ജാതി ഉണ്ടല്ലോ, ജാതിയുടെ ഇല കണ്ടിട്ടില്ലേ? ഏകദേശം അതിനോട് സിമിലർ ആയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് പ്ലാവ് ഇവിടെ ഡെവലപ്പ് ആയി വന്നിട്ടുണ്ട്. അതാണ് കാണുന്നത് കേട്ടോ. അതിന്റെ ഇലയൊക്കെ ജാതിയുടെ പോലെയാണ് ഇരിക്കുക. അതുപോലെ അപ്പുറത്തുള്ള വേറൊരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇല ഉണ്ടല്ലോ, ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാല് എന്താ പറയുക ഭയങ്കര സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 55 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാവുകൾ നമുക്ക് ഇവിടെ ഈ ഒരു ആയുർജാക്ക് ഫാമില് ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ പ്ലാവിലാണ് ഇത്രയധികം ചക്കകൾ കണ്ടിട്ടില്ല. ഇപ്പോഴും അത് വലിപ്പം ഫുള്ളായിട്ടില്ല കേട്ടോ, നല്ല വലിയ ചക്കയാവുന്നതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞി ഇതായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നത്. നമ്മൾ പറയാലോ, നമ്മുടെ വീട്ടിലൊക്കെ വലിയ പ്ലാവ് ഉണ്ടെങ്കിൽ ചക്ക ഇറക്കൽ തന്നെ വലിയൊരു പണിയാണ് കേട്ടോ. ചക്ക വീണിട്ട് കുറെ ആൾക്കാർ ഇടും ആയിട്ടുണ്ട്. അപ്പൊ എന്നെ പോലെയുള്ള സാധാരണ നമ്മളെ പോലെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ വീട്ടുപറമ്പിൽ നിന്ന് ചക്ക ഇങ്ങനെ പൊട്ടിക്കുക, ഇങ്ങനെ കൊണ്ടുവരിക, കറി വെക്കുക, അല്ലെങ്കിൽ പഴുത്തിട്ട് തിന്നുക, എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇതാണ് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് മീൻസ് ഇങ്ങനെയുള്ള ഒരു പ്ലാവാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് പൊട്ടിച്ച് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു ആയുർജാക്ക് ഫാമിന്റെ ഓണറെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആള് ഭയങ്കര തിരക്കിലായിരുന്നു. ഇവിടെ വരെ എല്ലാ വിസിറ്റേഴ്സിന്റെ അടുത്തും നേരിട്ട് കണ്ട് സംസാരിച്ച് ഇവിടുത്തെ ഈ ചക്ക ഉൽപാദനത്തിനെ കുറിച്ച് പറയാന്നുള്ളത് അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു ചക്കേനെ കുറിച്ചുള്ള ഒരു നല്ലൊരു അറിവുമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോവുക. പിന്നെ ഇവരുടെ തൈകള് പുറത്തുനിന്നും വാങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈകള് ഞങ്ങളുടെ ഫാമിൽ നേരിട്ട് വരിക, ഇവിടുന്ന് തോട്ടം മുഴുവൻ കാണുക, പഴുത്ത ചക്ക മുറിച്ച് കഴിക്കുക, രുചി നോക്കുക, എന്നിട്ട് താല്പര്യപ്പെട്ടവർക്ക് മാത്രം തൈ കൊണ്ടുപോകുക. 200 രൂപ നിരക്കിലാണ് തൈ കൊടുക്കുക. വലിയ തൈന് വില കൂടും. ഇവിടെ വരിക, തൈ ഇഷ്ടപ്പെട്ട് നോക്കി കൃഷി രീതി കണ്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരത് പഠിക്കുക. പിന്നെ അത് മാത്രല്ല, പ്ലാവിന്റെ ചക്ക ഭക്ഷണമായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട്. എന്നാൽ പ്ലാവ് കൃഷിയല്ലായിരുന്നു. കേരളത്തിലെ ആദ്യമായി പ്ലാവ് കൃഷി ചെയ്ത ഒരു തോട്ടം
അതെ 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 4.5 മാസമാണ് പ്ലാവിന്റെ ചക്ക നമുക്ക് കിട്ടിയിരുന്ന ഒരു കാലയളവ് കേരളത്തിൽ ശരാശരി. ഇവിടെ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 365 ദിവസം ഇവിടുന്ന് ചക്ക കിട്ടും. ചക്ക കിട്ടും. ഇവിടെ ഉണ്ട് ചക്കയുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫുള്ള് റബ്ബറായിരുന്നു, റബ്ബർ തോട്ടായിരുന്നു. അതെ അതെ. റബ്ബർ വെട്ടിയിട്ടാണ് പ്ലാവിലേക്ക് 12 വർഷവും 6 വർഷവും പ്രായമുള്ള റബ്ബർ മരങ്ങൾ, ഞാൻ വെച്ച് പിടിപ്പിച്ച റബ്ബർ മരങ്ങൾ വെട്ടിയപ്പോ ആ സമയത്ത് എനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് ജനങ്ങൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവരോട് അന്ന് ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞത്, റബ്ബർ ഷീറ്റ് നമുക്ക് ചപ്പാത്തി മടക്കണ മാതിരി മടക്കി കടിച്ചു മുറിച്ച് കഴിക്കാൻ പറ്റില്ല, ചക്കയാകുമ്പോ ഒരു ഭക്ഷണമാണല്ലോ. അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നല്ല വലിപ്പമുള്ള ചക്കകളാണ് കേട്ടോ ഇപ്പൊ അങ്കിളുടെ പുറകിലായിട്ട് നമ്മൾ കാണുന്നത്. കൊറേ അവാർഡുകളൊക്കെ കിട്ടിയെന്ന് ഇവിടെ ഏറ്റവും ആദ്യം കിട്ടിയത് പ്രഥമ ജല കോൺഗ്രസ്, മലയാള മനോരമയും ഫെഡറൽ ബാങ്കും ഗവൺമെന്റും കൂടി സഹകരിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന്റെ ക്യാമ്പസിൽ 12,000 പേരെ പങ്കെടുപ്പിച്ച് ഒരു ജല കോൺഗ്രസ് നടത്തി. അതിന്റെ ഫസ്റ്റ് ജല കോൺഗ്രസ് ഫസ്റ്റ് അവാർഡ് മേടിച്ച് വർഗീസ്തരാണ്. ഒപ്പം തന്നെ കേരള ഗവൺമെന്റ് മണ്ണ് ജല സംരക്ഷണത്തിന് കൊടുക്കുന്ന അവാർഡാണ് ഷോണി മിത്ര. 3,30,00,000 പേരിൽ ഒരാൾക്ക് ഒരു വർഷം കൊടുക്കും. 2017-18 സംസ്ഥാന ഗവൺമെന്റ് ഷോണി മിത്ര അവാർഡ് കിട്ടിയ ഒരു തോട്ടം ഈ കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ വാഫ അവാർഡ് ഉണ്ട്. ഡെൻമാർക്കാണ് HQ വാട്ടർ എയർ ഫുഡ് അവാർഡ് എന്നാണ് വാഫയുടെ പൂർണ്ണ രൂപം. ആ വാഫ അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരേ ഒരു തോട്ടമാണ്. അവര് ഡെൻമാർക്കുകാർ നേരിട്ട് ഇവിടെ വന്ന് ഐക്യരാഷ്ട്ര സഭയുടെ വാഫ പ്രതിനിധികൾ വന്ന് സെലക്ട് ചെയ്ത് പോയൊരു തോട്ടം. അവിടെ അവര് 3 കാര്യം, വാട്ടർ ജല സംരക്ഷണം എന്ന് പറഞ്ഞാൽ 1 സെന്റ് സ്ഥലത്ത് സെൻട്രൽ വാട്ടർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് പെയ്യുന്ന മഴവെള്ളം ഒരു വർഷം കേരളത്തില് 1,20,000 ലിറ്റർ. ഈ തോട്ടം 5 ഏക്കറുള്ള ഈ കുറുമാൽ കുന്നിലെ ആയുർജാക് ഫാമിൽ വന്ന് പതിക്കുന്ന മഴവെള്ളം ഒരു വർഷം 6 കോടി ലിറ്ററാണ്. അപ്പോൾ ഈ 6 കോടി ലിറ്റർ മഴവെള്ളവും 2018 പ്രളയം, 19 പ്രളയം, 20 ചെറിയ രൂപത്തിലുള്ള ഉരുൾപൊട്ടലടക്കമുള്ള പ്രളയവും, ഈ ജലം മുഴുവൻ ഇവിടെ അധിക ജലം മുഴുവൻ സംരക്ഷിച്ച ഒരു സ്ഥലം. ഇവിടെ ഉരുൾപൊട്ടില്ല. ഉരുൾപൊട്ടലിനെ നമ്മൾ അതിജീവിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ട്. മഴവെള്ളത്തെ മുഴുവൻ ഇവിടെ സംരക്ഷിക്കുന്ന രീതിയുണ്ട്. അപ്പൊ ജലസംരക്ഷണം. പിന്നെ അടുത്തത് വായു, എയർ. ഒരു മനുഷ്യനെ ഒരു ദിവസം ശ്വസിക്കാൻ വേണ്ട ഓക്സിജന്റെ അളവ് 550 ലിറ്റർ. ഇന്ന് കേരള മാർക്കറ്റിലെ 1 ലിറ്റർ ഓക്സിജന് വില 108 രൂപ 33 പൈസ. 59,581 രൂപ 50 പൈസയുടെ ഓക്സിജനാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ ശ്വസിക്കണം. 2,750,000 ലിറ്റർ ഓക്സിജൻ ഒരു വർഷം വരും. അമേരിക്കയിലെ ഒരു മനുഷ്യന്റെ ശരാശരി മനുഷ്യായുസ് 74 വയസ്സാണ്. എന്നാൽ കേരളത്തിലെ ഒരു മനുഷ്യന്റെ ശരാശരി മനുഷ്യായുസ് 74 വയസ്സും 5 മാസമാണ്. ഈ 74 വയസ്സും 5 മാസം ഇൻറ്റു നമ്മൾ ഒരു ദിവസം 59,581 50 പൈസ ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാൽക്കുലേറ്ററിൽ ആ ഡിജിറ്റിലെ എമൗണ്ട് തികയില്ല. അപ്പൊ കോടിക്കണക്കിന് രൂപയുടെ ഓക്സിജനാണ് ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നു വരെ ശ്വസിക്കുന്നത്. അപ്പൊ വായു സംരക്ഷണം. 3ാമത്തെയാണ് ഭക്ഷണം, ചക്ക. ചക്ക 365 ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭക്ഷ്യസുരക്ഷയാണ്. ചക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തില് ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന കണ്ടന്റ് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ ഇല്ലാത്ത ഒരേ ഒരു ഫ്രൂട്ട് ചക്ക. 25 മെഡിസിൻ കണ്ടന്റ് ഒരു ചക്കയിലുണ്ട്. അപ്പൊ ചക്ക നമ്മള് ഭക്ഷണത്തിന്റെ ശീലമാക്കി മാറ്റിയാൽ 55,000 പേരാണ് ശരാശരി കേരളത്തിലെ ഒരു വർഷം ക്യാൻസർ പിടികൂടുന്നത്. മറ്റസുഖങ്ങൾ വേറെ. അപ്പൊ ധാരാളം ചക്ക നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടായാൽ ഇവിടെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് വലിയൊരു മാറ്റം വരും. അപ്പൊ ജലം, വായു, ഭക്ഷണം, ഇത് 3 സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ വാഫ അവാർഡിലേക്ക് എന്നെ സെലക്ട് ചെയ്യാൻ കാരണം. അല്ലെങ്കിൽ എന്നെ ഉദ്ദേശിച്ച് എന്റെ തോട്ടത്തിൽ. അപ്പൊ ഈ തോട്ടം വന്ന് കാണണം. അതെ, ശരിക്കും വന്ന് കാണണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ പറയുമ്പോ അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടിട്ടല്ല, വീഡിയോയിൽ കാണുമ്പോ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. അതാണ്. അപ്പൊ വന്ന് കണ്ട് വിലയിരുത്തണം. കാരണം നമ്മള് ഈ പഞ്ചസാരാന്ന് വില കൂടിയ പേപ്പറല്ലേ മുന്തിയനം പേന കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അതുമേ രുചിച്ചു നോക്കിയാൽ മധുരം അറിയില്ല. പക്ഷെ അതേപോലെ ഈ ആയുർജാക് ഫാം വന്ന് കാണണം. വന്ന് കാണാതെ ഒരാൾ ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയരുത്. വന്ന് കാണണം, ശരിക്കും വന്ന് കാണണം. പല പ്രായത്തിലുള്ള ഇത്
തോട്ടം തുടങ്ങിയിട്ട് 4 വർഷം അല്ലേ ആവുന്നേ? അപ്പൊ നമ്മള് 10-15 കൊല്ലായി ഈ പ്ലാവ് കൃഷിയിലെ ഒബ്സർവേഷനും ഇതിന്റെ റിസർച്ചും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പൊ ഞങ്ങള് മഞ്ഞളും ചക്കയും മഞ്ഞൾ ഓരോ പ്ലാവിന്റെ കടക്കിലും മഞ്ഞൾ കൃഷിയുണ്ട്. കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് മഞ്ഞൾ കൃഷിന്ന് ഞങ്ങൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക. മഞ്ഞളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ റിസർച്ചിന്റെ അവസാന സ്റ്റേജിലാണ്. അത് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുണ്ട്. അതിന്റെ പുതിയ ഒരു ഇനം പ്ലാവും ചക്കയുമായി ബന്ധപ്പെട്ട മഞ്ഞളുമായി ബന്ധപ്പെട്ട പുതിയൊരു ഇനം പ്ലാവ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ ആണ് അത് പ്രഖ്യാപിക്കുള്ളൂ. അപ്പൊ ഈ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അതിനൊരു ഔഷധ ഗുണമുള്ള കുർക്കുമീൻ കണ്ടന്റ് ഒരു ചക്കയിൽ എങ്ങനെ വരും, അത് ആണ് ഞങ്ങളുടെ റിസർച്ചിന്റെ പ്രധാന ഘടകം. അടിപൊളി. എല്ലാം കൂടെ 2 in 1 എന്ന് പറയുന്ന പോലെ ആയുർചാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 in 1. അതെ. അപ്പോ ഇവിടെ വന്ന് ഇത് കണ്ട് കൃഷി, ഇപ്പോ റബ്ബർ കൃഷി ഇപ്പൊ ഒരല്പം വില കൂടി തുടങ്ങി, മുഴുവൻ പറയാറായിട്ടില്ല. തെങ്ങ്, കാപ്പി, ഏലം, കുരുമുളക് എല്ലാം കൃഷിയാണെങ്കിലും ഇതൊന്നും ഡയറക്റ്റ് ഭക്ഷണമല്ല. പ്ലാവ് ഇതുവരെ കൃഷിയല്ലായിരുന്നു. അപ്പൊ പ്ലാവ് കൃഷിയല്ലായിരുന്നു, പ്ലാവിനെ കൃഷിയാക്കി മാറ്റി. ചക്ക ഭക്ഷണമായിരുന്നു, പക്ഷെ 360 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പൊ 360 ദിവസം ചക്ക കിട്ടാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അപ്പൊ പ്ലാവ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് കാണാം, പഠിക്കുക. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സംശയ നിവാരണവും ഇവിടെ നടത്തി പോവാം. ഏതൊരാൾക്കും ഇവിടെ വന്നാൽ ഞങ്ങള് ഇവിടെ എൻട്രി പാസ് ഇല്ല. പ്ലാവ് കൃഷി എങ്ങനെ ചെയ്യാം, എങ്ങനെ വിജയകരമാക്കാം, അത് ഇന്ന് വേറൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈ മറ്റ് നഴ്സറികളിൽ പോയിട്ട് കൃഷി രീതി പഠിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ തോട്ടത്തിൽ വരിക, ഇവിടെ വന്ന് ഇപ്പൊ ഇതിന്റെ മുകളിൽ നിറയെ ചക്കയാണ്. എങ്ങനെയാണ് ചക്കീനാവണേ? ഒരു ചക്കയുടെ മൂപ്പ് എത്രയാണ്? അതൊരു 4-4.5 മാസം ചക്ക, 4.5 മാസം ചക്ക മൂക്കാനുള്ള സമയം. ഒപ്പം തന്നെ ലോകത്ത് പ്ലാവ് കണ്ടെത്തിയിട്ട് 6000 വർഷം പഴക്കമുണ്ട്. പശ്ചിമഘട്ട മലനിരകളിലാണ് ലോകത്ത് പ്ലാവിന്റെ ജന്മദേശം. പ്ലാവ് വിദേശിയല്ല. പ്ലാവ് വിദേശിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ ആളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം. കാരണം നമ്മുടെ ഭാരതത്തിന്റെ ഒരു ലോകത്തെ ഏറ്റവും വലിയ ഫ്രൂട്ട് ചക്കയെ അത് വിദേശിയാണെന്ന് പറയാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് നമ്മുടെ രാജ്യത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പോൾ പ്ലാവ് നമ്മുടെ ഭാരതത്തിന്റെയാണ്. പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടായ ഈ പ്ലാവ് 1498 വരെ ഈ മരത്തിനെ വിളിച്ചിരുന്ന ചക്കമരം, ചക്കയെ വിളിച്ചിരുന്ന ചക്കപ്പഴം. ചക്ക എന്ന് പറയാൻ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്ന 1498 വരെ ചക്ക അവർ വന്നപ്പോ ചക്ക എന്ന് പറയാനുള്ള പ്രയാസം കൊണ്ടാണ് ജാക്ക എന്നും ജക്ക എന്നും വിളിച്ചത്. അങ്ങനെയാണ് ജാക്ക് ഫ്രൂട്ട് എന്നുള്ള വിളിപ്പേര് വരുന്നത്. 1523 ഒഫീഷ്യലി ജാക്ക് ഫ്രൂട്ട് എന്ന് എഴുതപ്പെടുന്നത്. 1678 പോർച്ചുഗീസ് എഴുത്തുകാരനും കൊച്ചി ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഹോർത്തുസ് മലബാർക്കസ് എന്ന് പറയുന്ന 12 വോളിയുള്ള ഗ്രന്ഥത്തിലെ അതിന്റെ 3ാമത്തെ വോളിയത്തിലെ 17 മുതൽ 21 വരെ പേജുകളിൽ ലാറ്റിൻ ഭാഷയിലും മലയാള പരിഭാഷയിൽ മലയാള ലിപിയിലെ ആദ്യമായി എഴുതിയ പുസ്തകം ഹോർത്തുസ് മലബാർക്കസ്. 327 കൊല്ലം മുമ്പ് എഴുതിയ ഹോർത്തുസ് മലബാർക്കസിന്റെ മലയാള പരിഭാഷ 35 മുതൽ 39 വരെ പേജുകളിലും പ്ലാവിനെ കുറിച്ച്, പ്ലാവിലയെ കുറിച്ച്, പ്ലാവിലയുടെ ഈ പുറത്തെ ഈ സിരകളെ കുറിച്ച്, ഒരു പ്ലാവിന്റെ കുരു ഭാവി മുളപ്പിച്ചാൽ 6 വർഷം മുതൽ 70 വർഷം വരെയാണ് ചക്ക ഉണ്ടാവുന്ന കാലഘട്ടത്തെക്കുറിച്ച്, തീരദേശ മേഖലയിൽ മണലുള്ള ഭാഗത്ത് പ്ലാവ് കനം കുറഞ്ഞ ഉയരത്തിൽ വളരും, കായ കുറയും. ഇങ്ങനെയുള്ള ലാറ്ററൈറ്റ് സപ്പോർട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഉയരം കുറഞ്ഞ തടിയിൽ വളരും, കായ കൂടും എന്നുള്ളതും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. പഴമയുള്ള ആളുകൾ നമ്മുടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ വെറ്റില മുറുക്കുന്നതോടൊപ്പം തന്നെ അടക്കിയല്ലായിരുന്നു മുറിക്കിയിരുന്നത്. ചക്കക്കുരുവിന്റെ പുറന്തൊണ്ട് ചിരണ്ടി എടുത്തിട്ട് അതും കൂട്ടിയാണ് മുറിക്കിയിരുന്നത്. ഇതൊക്കെ നമുക്കൊരു പുതിയ അറിവാണ് കേട്ടോ. നമ്മുടെ പഴയ ആളുകൾക്കിടെ പ്രധാന ഏറ്റവും വലിയ അസുഖം അതിസാരമായിരുന്നു. അതിസാരം വന്ന് ഒരുപാട് ആളുകൾ മരിച്ചു എന്നൊക്കെ നമ്മൾ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കേണ്ടതുണ്ട്. അതിസാരം മാറാൻ ചക്കയുമായി ബന്ധപ്പെട്ട, പ്ലാവുമായി ബന്ധപ്പെട്ട മരുന്ന് ഉപയോഗിച്ചിരുന്നു. അന്ന് ക്യാൻസർ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതിസാരം അന്ന് വലിയൊരു അസുഖമായിരുന്നു. അപ്പൊ അതിസാരത്തെ പോലും, വലിയ അസുഖങ്ങളെ പോലും ചക്കയും പ്ലാവും, പ്ലാവിന്റെ വേര് വെട്ടിയാൽ മണലില്ലാത്ത ദ്രാവകം വരും എന്നൊക്കെ ഹോർത്തുസ് മലബാർക്കസിൽ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ ഔദ്യോഗിക അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയ ഈ പ്ലാവ് കേരളത്തിന്റെ സംസ്ഥാന ഫലമായി 2018 മാർച്ച് 21 കേരള ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രീലങ്കയിലൊക്കെ പ്ലാവിനെ ആരാധിക്കണം. ഒരു പ്ലാവ് മുറിക്കണമെങ്കിൽ വേറെ പ്ലാവ് വയ്ക്കണം. പക്ഷേ അവിടെ കാണിക്കുന്ന മര്യാദ നമ്മുടെ ആളുകൾ കാണിക്കുന്നു. അപ്പം നമ്മൾ പ്ലാവിനോട് ഒരു മര്യാദ കാണിക്കണം. ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലടക്കം പ്ലാവ് മരങ്ങൾ കൊണ്ട്, പ്ലാവിൻ്റെ തടി കൊണ്ടാണ് പഴയ കാലം തൊട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാവ് ശരിക്കും ഒരു ഔഷധ ഗുണമുള്ള പ്ലാവിൻ്റെ തടി പോലും വളരെയധികം നല്ല കാര്യങ്ങൾക്ക് അന്ന് കാലത്ത് ഉപയോഗിച്ചു. അപ്പോൾ ഇപ്പം നമുക്ക് പ്ലാവിൻ്റെ മുകളിൽ നിന്ന് ചക്ക വീണ് ആളുകൾ മരണപ്പെടുകയും അല്ലെങ്കിൽ ചക്ക പറിക്കാൻ ഇരുമ്പ് തോട്ടി കൊണ്ട് പറിക്കുമ്പോൾ ഷോക്കടിച്ച ആളുകൾ മരിക്കുന്ന സ്ഥിരം വാർത്ത നമ്മൾ വായിക്കാം. ആ മരണങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളെ ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള ചെറിയ പ്ലാവുകൾ ഈ താഴെ നിന്ന് തന്നെ ചക്ക മുറിച്ച് കഴിക്കാനുള്ള സാഹചര്യം നമുക്ക് വലിയ ഗുണം ചെയ്യും. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇത് കാണുന്ന ആളുകൾ, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് എങ്ങനെയാ? എമ്മീസ് വേൾഡ് ചാനലിന്റെ പ്രവർത്തകർ ഇവിടെ വന്നു. അപ്പൊ അവര് ഇത് കാണിക്കുന്ന ഒരു മര്യാദ, ഒരു സന്ദേശമാണ് അവര് ലോകത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക് ഒരുപാട് അറിവുകൾ ഇവരുടെ ചാനൽ വഴിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് വ്യക്തിപരമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇനിയും നിങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളിവിടെ ഒരു 3-3:30 എത്തിയതാണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, നന്നായി ലേറ്റ് ആയി. എല്ലാം ഒന്ന് നടന്ന് കണ്ടുവരുമ്പോഴേക്ക് തന്നെ ഏകദേശം ഈ സമയമൊക്കെയായി. അപ്പൊ എന്തായാലും ഇത് ഒന്നുകൂടെ നന്നായിട്ട് എടുത്തിട്ട് ഞങ്ങളൊരു നെക്സ്റ്റ് ഒരു എപ്പിസോഡ് കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇരുട്ടായി പോയില്ല, അത് കാരണമാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും ആയുർജാഗ ഫാമിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം.